സാരില്ലടാ, പണി കിട്ടിയാലെന്താ, നമ്മുടെ സമൂസ ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. അതും പഞ്ചാബി സമൂസയാണ് ഉണ്ടാക്കുന്നത്. നമ്മളെ പോലെ റെഡിമെയ്ഡ് ഷീറ്റിലൊന്നല്ല കേട്ടോ അവർ സമൂസ ഉണ്ടാക്കുന്നത്. അവരായിട്ടുള്ള മസാലയിൽ മാവ് കുഴച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാനും അതുപോലെ മസാലയൊക്കെ ഇട്ട് നല്ലോണം കുഴച്ച് ഗീ തേച്ചിട്ട് നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കുന്നുണ്ട്. ഇനി ഫില്ലിങ്സ് നോക്കുകയാണെങ്കിൽ അതും കുറച്ച് വെറൈറ്റി ആട്ടോ. ഇതിനകത്ത് ചാട്ട് മസാല, ഡ്രൈ മാംഗോ പൗഡർ ഒക്കെ ഇട്ടിട്ടാട്ടോ ഒരു ഫില്ലിങ്സ് തന്നെ ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. ഇനി സമൂസയുടെ ഷേപ്പ് ആക്കാനായിട്ട് ഓവൽ ഷേപ്പിൽ പരത്തിട്ട് രണ്ടായിട്ട് കീറി കോൺ ആക്കിയിട്ട് അതിനകത്ത് നമ്മുടെ മസാല നിറച്ച് കൊടുക്കുക. നമ്മുടെ നിറച്ച് വന്നപ്പോഴത്തേക്ക് ഇവിടെ മസാല തീർന്നു. ബാക്കി ഞാൻ അത് പൂരിയാക്കി പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ സമൂസയുടെ ഷേപ്പ് അത് സക്സസ് ആയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം പൊരിച്ചു കോരി എടുത്തിട്ടുണ്ട്. പിന്നെ ഇവർക്ക് വേണ്ടത് ഇവരെ മസാല ചട്നിയാണ്. അതും രണ്ട് ടൈപ്പ് ചട്നി ഉണ്ട്, ഗ്രീൻ ചട്നി, റെഡ് ചട്നി. അതും ഇവർ തന്നെ സ്പെഷ്യൽ റെസിപ്പിയിലായിട്ട് ഇവർ മേക്ക് ചെയ്യുന്നത്. അപ്പൊ അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സംഭവം എന്തെങ്കിലും അവിടെ കഴിച്ചു നോക്കാണ് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ടേസ്റ്റ് ആണ്. സമൂസ ചാട്ട് പാനിപ്പൂരിയൊക്കെ ഇഷ്ടപ്പെടുന്നതൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.